Welcome to English Literature Link. Today we can discuss about post-colonial theory. Post-colonial literature is writing from the formerly colonized nations. കോളനൈസ്ഡ് നേഷനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക്സിനെയാണ് ലിറ്ററേച്ചറിനെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ കൊളോണിയലിസത്തിൻ്റെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, അതുപോലെ സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് അതിനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള സ്ട്രഗിൾസ് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ഐഡൻറ്റിറ്റി, റെസിസ്റ്റൻസ്, കൾച്ചറൽ ഹൈബ്രിഡിറ്റി, ഈ കോൺസെപ്റ്റ്സ് എല്ലാം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇഫക്റ്റീവായി റെപ്രസെൻ്റ് ചെയ്യുന്നു. പോസ്റ്റ് കൊളോണിയൽ ഓതേഴ്സ്, മേജർ പോസ്റ്റ് കൊളോണിയൽ ഓതേഴ്സ് എന്ന് പറയുന്നത് ചിനു അച്ചീബെ ഇസ് ദെൻ സൽമാൻ റുഷ്ദി, ടോണി മോറിസൺ തുടങ്ങിയ റൈറ്റേഴ്സ് അവരുടേതായ രീതിയിൽ എങ്ങനെയാണ് കോളനൈസ്ഡ് പീപ്പിൾ അവരുടെ ഹിസ്റ്ററീസിനെ റീക്ലെയിം ചെയ്തത്, ഹൗ ദേ റീഡിഫൈൻ ദെയർ സെൽഫ് ഹുഡ് ഫ്രം നോൺ യൂറോപ്യൻ പെർസ്പെക്റ്റീവ്സ് എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. സോ പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ തിയറിയാണ്. കൊളോണിയലിസത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും ഇമ്പാക്റ്റിനെ കുറിച്ചാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് ലിംഗ്വിസ്റ്റിക് ഇഫക്ട്സ് ഓഫ് കൊളോണിയലിസം ഈസ് ഡിസ്കസ്ഡ്. സോ ഇവിടെ കൊളോണിയൽ പീരിയഡ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, കൊളോണിയലിസത്തിന് ശേഷമുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാലിറ്റീസിനെ കുറിച്ചും പോസ്റ്റ് കൊളോണിയൽ തിയറി ഡിസ്കസ് ചെയ്യുന്നു. സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ നമുക്ക് ആദ്യം കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ആഫ്റ്റർ ദാറ്റ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ ന്യൂ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അംബ്രല ടേമിലാണ് ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അറിയപ്പെടുന്നത്. എന്താണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യുന്നത്? കോളനൈസ്ഡ് നേഷൻസിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആസ് വെൽ കൾച്ചറൽ ആസ് വെൽ സൈക്കോളജിക്കൽ ഇഫക്ട്സ്, കൊളോണിയലിസത്തിൻ്റെ റിസൾട്ടായി സോഷ്യലി എങ്ങനെ അത് എഫക്റ്റ് ചെയ്തു, അതിൻ്റെ കോളനീസിൻ്റെ കൾച്ചറിനെ കൊളോണിയലിസം, ഇമ്പീരിയലിസം എങ്ങനെ എഫക്റ്റ് ചെയ്തു, പൊളിറ്റിക്കലി അതെങ്ങനെ എഫക്റ്റ് ചെയ്തു, സൈക്കോളജിക്കലി എങ്ങനെ എഫക്റ്റ് ചെയ്തു, ഇത്തരം തീംസ് എല്ലാമാണ്, ഇത്തരം ഐഡിയാസാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. നൗ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ എമർജൻസ്, അതിൻ്റെ ഒറിജിൻ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ ഒറിജിൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മിഡ് 20th സെഞ്ച്വറിയോടുകൂടിയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇവോൾവ് ആവുന്നത്. സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എമേർജ് ഫ്രം കോളനീസിൽ നിന്ന്, ഫോർമർ കോളനീസിൽ നിന്ന്, അതായത് ആഫ്രിക്ക, ഏഷ്യ, കരീബിയൻ റീജിയൻസ് പോലെയുള്ള ഇമ്പീരിയലിസ്റ്റിക് പവേഴ്സിൻ്റെ ഫോർമർ കോളനീസിൽ നിന്ന് എഴുതപ്പെടുന്ന ലിറ്ററേച്ചറിനെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് യൂറോപ്യൻ കൊളോണിയലിസത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ റെസ്പോൺസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം ഒപ്രസ്ഡ് ആയ ആളുകളുടെ റെസിസ്റ്റൻസിനെ കുറിച്ചും അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി അവർക്ക് റീക്ലെയിം ചെയ്യുന്നതിനുള്ള കോംപ്ലക്സിറ്റീസിനെ കുറിച്ചും നേഷൻഹുഡിനെ കുറിച്ചും അവരുടെ ഇൻഡിജീനിയസ് ട്രഡീഷനെ കുറിച്ചും കോളനൈസറുടെ ലാംഗ്വേജ് എങ്ങനെയാണ് അവരെ സൈക്കോളജിക്കലി, കൾച്ചറലി എല്ലാം എഫക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് കോളനൈസർ ലാംഗ്വേജിനെ ഒരു ടൂളായി കൈകാര്യം ചെയ്തിരുന്നത്, ഇതെല്ലാമാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുന്നത്. So we can say that post-colonial literature originated in the mid-20th century, emerging from former colonies as a powerful response to European colonialism, giving voice to the experience of oppression, resistance, and complexities of reclaiming cultural identity. Now, നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഒരു ഡീകൊളോണൈസേഷൻ വേവ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ? ദ സർജ് ഇൻ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ്, ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്സിലൂടെയും, അതുപോലെ ഈ മൂവ്മെൻറ്റ്സ് എല്ലാം ഗ്ലോബലി ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അവിടെ റൈറ്റേഴ്സ് അവരുടെ നേഷൻ്റെ യുണീക്ക് ഹിസ്റ്ററീസിനെ കുറിച്ചും അവരുടെ രാജ്യത്തിൻ്റെ സ്ട്രഗിൾസിനെ കുറിച്ചും രാജ്യത്തിൻ്റെ യുണീക്കായിട്ടുള്ള നേഷൻ്റെ യുണീക്കായ
ഹിസ്റ്ററീസിനെ കുറിച്ചും ഇൻഡിജീനിയസ് ട്രഡീഷനെ കുറിച്ചും ദേ ബിഗെയിൻ ടു കൺവേ ടു ദ വേൾഡ് ത്രൂ ലിറ്ററേച്ചർ. സോ ഇവിടെ ഡോമിനൻ്റ് നരേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലും, അതായത് ഡോമിനൻ്റ് നരേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഓതേഴ്സ് യൂസ് ചെയ്തത് കൊളോണൈസേഴ്സ് ലാംഗ്വേജ് തന്നെയായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു തിയോറിസ്റ്റാണ് എഡ്വാർഡ് സെയ്ദ്. എഡ്വാർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സെമിനലായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് എഡ്വേർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം. ഇവിടെ നമുക്ക് സെൽഫ് അതർ ഡൈക്കോട്ടമി കാണാൻ സാധിക്കും. എന്താണ് സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? യൂറോപ്യൻസ് അല്ലെങ്കിൽ കോളനൈസ്ഡ് പവർ അവരെ തന്നെ സെൽഫായിട്ടും കോളനീസിനെ അല്ലെങ്കിൽ കോളനൈസ്ഡ് ആളുകളെ അതറായിട്ടും, എങ്ങനെ സെൽഫിൻ്റെ ഓപ്പോസിറ്റ് ബൈനറിയായി നിൽക്കുന്ന അതറായിട്ടും ആണ് കൺസിഡർ ചെയ്തത്. ഈ അതർ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നറേറ്റീവ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് തരത്തിലുള്ള നറേഷനാണ് അതറിനെ കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്? ഇൻഫീരിയർ ആയിട്ടുള്ള അതർ. സോ എഡ്വേർഡ് സെയ്ദ് ഓറിയൻ്റലിസം ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? വെസ്റ്റ് കൺസ്ട്രക്റ്റഡ് ദ ഓറിയൻറ്റ് മീൻസ് മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ആൻഡ് ഓൾ ആസ് ഇൻഫീരിയർ അതർ ഓഫ് യൂറോപ്യൻ കൊളോണിയലിസം. They constructed this other concept in order to justify European colonialism. ഇൻഫീരിയർ ആയിട്ടുള്ള ഈ അതറിനെ സ്റ്റാൻഡർഡൈസ് ആക്കുക എന്ന് പറയുന്നത് ഈ വൈറ്റ് മാൻ്റെ, യൂറോപ്യൻസിൻ്റെ ബേർഡൻ ആണ് എന്നൊരു നരേഷൻ കൊണ്ടുവന്നു അല്ലേ. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ദ വൈറ്റ് മാൻസ് ബേർഡൻ തിയറി. യു വിൽ ബി ഫെമിലിയർ അബൌട്ട് ദാറ്റ്. സോ എഡ്വേർഡ് സെയ്സ് അതേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ദ ഓറിയൻറ്റ് ഈസ് എ വെസ്റ്റേൺ കൺസ്ട്രക്റ്റ് ബിക്കോസ് ഓറിയൻറ്റ് ഈസ് നോട്ട് റിയൽ അല്ല. പക്ഷേ വെസ്റ്റേൺ തിയോറിസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓറിയൻറ്റ് ഓർ ദ അതർ വിച്ച് ഈസ് ഇൻഫീരിയർ ടു ദ യൂറോപ്യൻ കോളനൈസേഴ്സ്. സോ സെൽഫ് എന്ന് പറയുന്നത് യൂറോപ്യൻസ് ഇറ്റ് സെൽഫ്, അതർ എന്ന് പറയുന്നത് അതർ ആയിട്ടുള്ള ബാക്കി അവർ കോളനൈസ്ഡ് ചെയ്തിട്ടുള്ള nations. So he also says that there is a link between knowledge and power because Western knowledge about East is not neutral but it is political and it serves as European power. So the other എന്ന് പറയുന്നത് നമുക്കറിയാം the constructed orientis എങ്ങനെയാണ് ഓറിയൻറ്റിനെ അല്ലെങ്കിൽ ദ അതറിനെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്? ഇറാഷണൽ ആയിട്ടുള്ള, ഫെമിനൈൻ ആയിട്ട്, അതുപോലെ എക്സോട്ടിക് ആയിട്ടും ലെസ് ഡെവലപ്ഡ് ആയിട്ടും. ഇതിന് കോൺട്രാസ്റ്റഡ് ആയിട്ടാണ് യൂറോപ്യൻ സെൽഫ് ഉള്ളത്. എങ്ങനെയാണ് യൂറോപ്യൻ സെൽഫ്? യൂറോപ്യൻ സെൽഫ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ആസ് റാഷണൽ, മസ്കുലൈൻ, സുപ്പീരിയർ വെസ്റ്റ്. സോ ഇതെല്ലാം അവരെ സബ്ജുഗേഷന് അല്ലെ കൊളോണിയലിസത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെൽഫ് അതർ ഡൈക്കോട്ടമി ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നാണ് സെയ്ദ് പറയുന്നത്. സോ ഓറിയൻ്റലിസം can be considered as a system of representation. Now, next theorist is Homi Bhabha. Homi Bhabhയുടെ ഇമ്പോർട്ടൻ്റ് ആയ 3 കോൺസെപ്റ്റാണ് concepts are hybridity, mimicry, third space. So Homi Bhabha's concepts of hybridity, mimicry and the third space challenges fixed identities, showing how post-colonial cultures emerged from complex negotiation between colonizer and colonized, creating new ambivalent spaces where the colonial power is destabilized, leading to new cultural meanings and forms of resistance. നമുക്ക് ഓരോ കോൺസെപ്റ്റും ടേംസും എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ന്യൂ അല്ലേ. എങ്ങനെ കോളനൈസ്ഡ് ആയ കൊളോണിയൽ പവേഴ്സിൻ്റെയും കോളനീസിലെയും കൾച്ചേഴ്സ് ഹൈബ്രിഡ് ആവുന്നു, കൂടിച്ചേർന്ന് ഒരു പുതിയൊരു ഹൈബ്രിഡ് ആയ ഒരു കൾച്ചർ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൾച്ചേഴ്സ് പ്യുവർ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്സിനെയാണിത് ചലഞ്ച് ചെയ്യുന്നത്. റാദർ കൾച്ചർ ഫ്ലൂയിഡ്സ് ആണ്, ഐഡൻറ്റിറ്റീസ് ഡൈനാമിക് ആണെന്ന് പറയുന്നു അല്ലേ.
എവിടെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ ഇതിന് നമുക്ക് കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിട്ട് നോട്ട് ഒരു വെറും കൾച്ചറൽ എക്സ്ചേഞ്ച് മാത്രമായിട്ടല്ല കാണാൻ സാധിക്കുന്നത്, ബട്ട് റാദർ ഒരു ക്രിയേഷൻ ഓഫ് ന്യൂ ഹൈബ്രിഡ് കൾച്ചറൽ ഫോംസ് ഇൻ ദ കോണ്ടാക്ട് സോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇവിടെ നമുക്ക് മിമിക്രി എന്ന രണ്ടാമത്തെ കോൺസെപ്റ്റ് കാണാൻ സാധിക്കും. ഹൈബ്രിഡിറ്റി മീൻസ് മിക്സിംഗ് ഓഫ് കൾച്ചർ അല്ലേ, കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ല, ബട്ട് റാദർ ഫോർമേഷൻ ഓഫ് ന്യൂ ഹൈബ്രിഡ് കൾച്ചറൽ ഫോംസ്. ഇനി അതിനുശേഷം നമുക്ക് മിമിക്രി കാണാൻ സാധിക്കും. മിമിക്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമിറ്റേഷൻ, മിയർ ഇമിറ്റേഷൻ അല്ല, ഇമിറ്റേഷൻ വിത്ത് എ ഡിഫറൻസ്. കൊളനൈസ്ഡ് സബ്ജക്ട്സ് കൊളനൈസറുടെ കൾച്ചറിനെയും ലാംഗ്വേജിനെയും ബിഹേവിയറിനെയെല്ലാം മിമിക് ചെയ്യുന്നു. മിമിക് ചെയ്യുന്നത് എക്സാക്റ്റ് ആയിട്ടാണോ? അല്ല. പെർഫെക്റ്റ് ആയിട്ട് മിമിക് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു അല്ലേ, ഓൾമോസ്റ്റ് സെയിം ആയിട്ട്, നോട്ട് ക്വൈറ്റ് ബട്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് മിമിക് ചെയ്യുന്നു. സോ അവിടെ ഒരു ആംബിവാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ? കോളനൈസ്ഡ് ആയ ആളുകൾക്ക് ഒരിക്കലും കോളനൈസറിനെ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ. സൈമൾട്ടേനിയസ്ലി ഇതെന്ത് ചെയ്യുന്നു? സോ ദിസ് ക്രിയേഷൻ ഓഫ് ആംബിവാലൻസ് ആൻഡ് ആൻസൈറ്റി ഫോർ ദ കൊളോനൈസർ ആസ് മിമിക്രി സൈമൾട്ടേനിയസ്ലി അഫേംസ് ദ ത്രെറ്റൻസ് കൊളോണിയൽ അതോറിറ്റി. സോ ഈ മിമിക് ചെയ്യുന്നതിനെ നമുക്കൊരു റെസിസ്റ്റൻസിൻ്റെ ഫോമായിട്ട് കാണാനും സാധിക്കും. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് സ്പേസ് ആണ്. തേർഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. ഇവിടെ കൾച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നു, രണ്ട് കൾച്ചേഴ്സ്, ഒന്നിലധികം കൾച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇവിടെ ബൈനറി ഓപ്പോസിഷൻസ് ഉണ്ടല്ലോ, കോളനൈസർ, കോളനൈസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് അതർ, ഇതെല്ലാം ഡിസ്റപ്റ്റ് ചെയ്യുന്നു. പകരം ന്യൂ ഹൈബ്രിഡ് ഐഡൻറ്റിറ്റീസ് എമേർജ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ തേർഡ് സ്പേസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡർസ്റ്റീഷ്യൽ സോണാണ്. അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സോണാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? കൊളോണിയൽ നോംസിനെല്ലാം സബ്വേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊളോണിയൽ നെഗോസിയേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ നെഗോസിയേഷന് വേണ്ടി ആണ് ഇത് ഒരു സ്പേസ് ആയിട്ട് ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ തേർഡ് സ്പേസ് അങ്ങനെ മാറുകയും ചെയ്യുന്നു. സോ ദീസ് കോൺസെപ്റ്റ്സ്, അതായത് തേർഡ് സ്പേസ്, ഹൈബ്രിഡിറ്റി, മിമിക്രി എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. എങ്ങനെയാണ്? കൾച്ചറൽ എൻകൗണ്ടേഴ്സ് takes place in third space alle. Then what happened to in this contact zone? It generates hybridity, right? Exchange or production of new hybrid culture, and a process often enacted through mimicry, and all of which destabilize colonial power by ചലഞ്ചിങ് ഫിക്സഡ് ഐഡൻറ്റിറ്റീസ്. ഈ ഫിക്സഡ് ആയ ഐഡൻറ്റിറ്റീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ എന്നാൽ ആംബിവാലൻ്റ് ആയ സബ്ജക്റ്റിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൊളോണിയൽ അതോറിറ്റീസിനെ ആക്ച്വലി ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്യുവർ കൾച്ചർ എന്ന ഇതില്ല എന്ന ആ ഒരു കോൺസെപ്റ്റ് സബ്വേർട്ട് ചെയ്യുന്നു അല്ലേ. ഹൈബ്രിഡ് കൾച്ചർ, ഒരു ആംബിവാലൻ്റ് ആയൊരു സബ്ജക്റ്റിവിറ്റീസ്, കൊളോണിയൽ ഐഡൻറ്റിറ്റിയെ ഇത് അതിൻ്റെ ഒരു പോസിബിലിറ്റിയിലേക്കാണ് ഇവിടെ ഇത് കിടക്കുന്നത്. So Homi Bhabha uses these ideas to show how resistance is not always overt. പലപ്പോഴും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓവേർട്ട് ആവണമെന്നില്ല അല്ലേ. പകരം ഇറ്റ് ക്യാൻ ബി ഈ തരത്തിലും റെസിസ്റ്റൻസ് പോസിബിളാണ്. ഇങ്ങനെ കൾച്ചറൽ ഇൻട്രാക്ഷൻ, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, ഇതെല്ലാം പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ നടക്കുമ്പോഴും ഇങ്ങനെയും റെസിസ്റ്റൻസ് എന്നൊരു ഐഡിയ പോസിബിളാണെന്നാണ് ഹോമി കെ ബാബ പറയുന്നത്. Hybridity, mimicry, and third space explain how colonial subjects resist power by creating new cultural identities in between spaces or third space, right? By subverting colonial binaries of colonizer, colonized, or self-other through imitation. Imitation almost same but not quite, and cultural mixing leading to unpredictable meanings. So what is mimicry? Mimicry means the colonized adopt the colonizer's language, dress and customs to gain access or authority, or aiming to be like them. Now what happened? Only partial assimilation will be possible, right? Then what about hybridity? So this is mimicry. In hybrid space, what happens was that cultural mixing takes place. Now third space is there, which is considered as an interstitial in between space.
interstitial space or in between space ആണ്. Colonizer and the colonized got interact, negotiate and provide hybridity. Next important theorist is Spivak or Gayatri Chakravarti Spivak. So Gayatri Chakravarti Spivakinde can subaltern speak argue ചെയ്യുന്നത് ഒപ്രസ്ഡ് ആയ ആളുകളുടെ വോയിസ് എല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഹിസ്റ്ററിയിൽ. അതായത് സ്പിവാക് argues the subaltern or the oppressed or marginalized cannot speak in an authorized intelligible way within the dominant structures. Can subaltern speak or എന്ന് പറയുന്ന ക്യാൻ ദ സബാൾട്ടൻ സ്പീക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രഹസ്യമാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ തിയറിയെ സംബന്ധിച്ച്. അവിടെ കോർ ഐഡിയ എന്ന് പറയുന്നത് ആക്ച്വലി ദേ ഹാവ് വോയിസസ്, ബട്ട് അവരുടെ വോയിസസ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിന്ന് ഔട്ട്സൈഡ് ആയിട്ടാണ് ഓതറൈസ്ഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൻ്റെ പാർട്ടായിട്ട് ഒരിക്കലും പരിഗണിക്കപ്പെടുന്നില്ല. അവരുടെ സബാൾട്ടൻ്റെ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയ ആളുകളുടെ വോയിസ് ഒന്നുകിൽ ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അൺഹേർഡ് ആവുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലേ? എങ്ങനെ ക്ലാസ്, ജെൻഡർ തുടങ്ങി കൊളോണിയലിസം ഇത്തരം പവർ സ്ട്രക്ചേഴ്സിലൂടെ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുന്നു. സ്പിവാക് എപ്പിസ്റ്റമിക് വയലൻസ് എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എപ്പിസ്റ്റമോളജി നമുക്കറിയാം, നോളജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എപ്പിസ്റ്റമോളജി. എന്താണ് എപ്പിസ്റ്റമിക് വയലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെസ്റ്റേൺ സ്കോളർഷിപ്പ് ഇമ്പോസസ് ഇറ്റ്സ് ഫ്രെയിംവർക്ക്, creating a distorted understanding on non-Western subjects, effectively silencing their own knowledge production. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സ്കോളർഷിപ്പാണ് വളരെ ഡിസ്റ്റോർട്ടഡ്, നോൺ വെസ്റ്റേൺ ആയ അല്ലെങ്കിൽ കോളനീസിനെ കുറിച്ച് വളരെ ഡിസ്റ്റോർട്ടഡ് ആയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വെസ്റ്റേൺ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെ? അവരുടെ നറേറ്റീവ്സിലൂടെയും സ്കോളർലി വർക്കിലൂടെയും. എന്ന് പറഞ്ഞാൽ ദേ ഇഫക്റ്റീവ്ലി സൈലൻസസ് നോളജ് പ്രൊഡക്ഷൻ. സ്പിവാക് പറയുന്നത് പ്രിവിലേജ്ഡ് ഇൻ്റലക്ച്വൽസ് ആയ ഫൂക്കോ, ഡെല്യൂസെ പോലുള്ള ഇൻ്റലക്ച്വൽസ് പോലും സബാൾട്ടനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ്. അതായത് വെസ്റ്റേൺ ഹെജിമോണിയെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, അതായത് അവരുടെ ഇവരുടെ സബാൾട്ടൻസിൻ്റെ പ്രശ്നങ്ങളെല്ലാം യൂണിവേഴ്സൽ ആണ് എന്ന രീതിയിലാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സബാൾട്ടൻ്റെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഈവൻ വെസ്റ്റേൺ ഇൻ്റലക്ച്വൽസ് പോലും സബാൾട്ടൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് സ്പിവാക് ആർഗ്യൂ ചെയ്യുന്നത്. സോ ഷീ ചലഞ്ചസ് യൂണിവേഴ്സൽ അസംപ്ഷൻസ് ഇൻ വെസ്റ്റേൺ ഫെമിനിസം ദാറ്റ് ഓൾ വിമൻസ് ഷെയർ ദ സെയിം എക്സ്പീരിയൻസ്. അതായത് പോയിൻറ്റിങ് ഔട്ട് ഹൗ കൊളോണിയൽ ആക്ഷൻസ് ഫ്രെയിം സേവിങ് ബ്രൗൺ വിമൻ ഫ്രം ബ്രൗൺ മെൻ. അതായത് ഇന്ത്യൻ വിമൻസിൻ്റെ ഏജൻസിയെ തന്നെ ഇറേസ് ചെയ്തുകൊണ്ടാണ് വെസ്റ്റേൺ ഫെമിനിസം ആണെങ്കിലും മുന്നോട്ട് വരുന്നത്. വെസ്റ്റേൺ ഫെമിനിസം വെസ്റ്റേൺ വിമൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ വെസ്റ്റേൺ ഫെമിനിസം അസ്യൂം ചെയ്യുന്നത് എല്ലാ വിമനും ഒരേ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എന്നാണ്. ഒരിക്കലും കോളനീസിലുള്ള വിമൻസിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ചോ അല്ലെങ്കിൽ വിമനിൽ തന്നെയുള്ള ഡിഫറൻസിനെയോ അതൊരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല. സതി എന്ന ഒരു ആചാരത്തിന്, പണ്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്നൊരു ദുരാചാരത്തിനെ സ്പിവാക് എക്സാമ്പിളായിട്ട് പറയുന്നു. ഷീ അനലൈസസ് ദ പ്രാക്ടീസ് ഓഫ് സതി ആൻഡ് ദ കൊളോണിയൽ ഡിസ്കോഴ്സസ് അറൗണ്ട് ഇറ്റ്, ഷോയിങ് ഹൗ ഈവൻ attempts to ban sati become a way for this colonizer to speak for the colonized woman. കോളനിയിലുള്ള വിമണിന് വേണ്ടി ചെയ്തൊരു വലിയ ഇനീഷ്യേറ്റീവായിട്ടാണ് സതിയെ ബാൻ ചെയ്തതിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അവിടെ ഒരുപാട് സബാൾട്ടനായ ഒരുപാട് വിമൺ ഇവിടെ സതി ബാൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം, വോയിസ് റേസ് ചെയ്തിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ചൊന്നും പറയാതെ കോളനൈസർ ചെയ്ത ഒരു വലിയ ആക്റ്റായിട്ടാണ് അബോളിഷൻ ഓഫ് സതിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ സ്കോളേഴ്സ് അതിനെ നറേഷനിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം സ്ട്രാറ്റജിക് എസെൻഷ്യലിസത്തിനെ കുറിച്ച് പറയുന്നത്. സ്പിവാക്കിൻ്റെ ഒരു ടേമാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. That is suggesting that sometimes marginalized group might temporarily adopt essential identity to challenge power. So in the next
തിയോറിസ്റ്റാണ് ഫ്രാൻസ് ഫാനോൺ. ഫ്രാൻസ് ഫാനോൺ പറയുന്നത് സൈക്കോളജിക്കൽ എഫക്ട്സിനെ കുറിച്ചാണ്. കൊളോണിയലിസത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള സൈക്കോളജിക്കൽ ഇഫക്ട്സിനെ കുറിച്ചാണ് ഫ്രാൻസ് ഫാനോൺ പറയുന്നത്. എന്താണ് സൈക്കോളജിക്കലി ഒരുപാട് ഡാമേജുകൾ കൊളോണിയലിസം കോളനൈസ്ഡ് പീപ്പിളിന് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഫ്രാൻസ് ഫാനോൺസ് കീ ഐഡിയാസ് സെൻറ്റർ അറൗണ്ട് ദ ഡീപ്പ് സൈക്കോളജിക്കൽ ഇഫക്ട്സ് of colonialism. That is, it creates inferior complexes as well as identity crisis അല്ലെങ്കിൽ double consciousness in the colonized എന്ന് പറയുന്നു. See, double consciousness in the sense എങ്ങനെയാണ് ഒരു കോളനിയിലുള്ള ആളുകൾ സ്വയം പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് അവർ കോളനൈസറുടെ കണ്ണിലൂടെ അവരുടെ ഐഡൻറ്റിറ്റിയെ പെർസീവ് ചെയ്യുക എന്നുള്ളതുമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ കൊളോണിയലിസം എന്ന് പറയുന്നത് ജസ്റ്റ് പൊളിറ്റിക്കൽ അല്ല, ബട്ട് റാദർ അത് കോളനൈസ്ഡ് മൈൻഡിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇൻഫീരിയോറിറ്റിയെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ കൊളനൈസ്ഡിനെ പെർസ്യൂ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ് ആസ് വെൽ as ദ റച്ചേർഡ് ഓഫ് ദ എർത്ത്, ഇതിലെല്ലാം ഈ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഡബിൾ കോൺഷ്യസ്നെസ്, അതായത് കൊളോണൈസ്ഡ് എക്സ്പീരിയൻസ്, സെൽഫിനെ കുറിച്ചുള്ള വളരെ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡാണ് കൊളോണൈസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ദ കൊളോണൈസ്ഡ് എക്സ്പീരിയൻസ് എ ഫ്രാക്ചേർഡ് സെൻസ് ഓഫ് സെൽഫ്, സീയിങ് themselves through colonizers' eyes, creating internal conflict and hindering self-acceptance. Noted by Frantz Fanon. ഫ്രാൻസ് ഫാനോൺ പറയുന്നത് കൊളനൈസ്ഡ് ആയ ആളുകൾ എപ്പോഴും അവരുടെ ഇമേജിനെ വളരെ ഇൻഫീരിയർ ആയിട്ട് കൊളോണിയൽ പവേഴ്സിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഐസിലൂടെയാണ് അവരുടെ ഇമേജ് ഐഡൻറ്റിറ്റിയെ നോക്കിക്കാണുന്നത്. സോ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സെൽഫ് അക്സെപ്റ്റൻസിനോ ഈ ഇൻഫീരിയോറിറ്റി സെൽഫിനെ അവരുടെ ഐഡൻറ്റിറ്റിയെ അതായി തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മടി തോന്നും. ഉദാഹരണം തന്നെ ഇതിന് ബ്ലാക്ക് സ്കിന്നിനെ ബ്ലാക്ക് എന്ന് പറയുന്നതിന് എന്തോ ഒരു ഇൻഫീരിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ അദ്ദേഹം പറയുന്നു ചില സമയത്തെല്ലാം വയലൻസ് എന്ന് പറയുന്നത് നെസസറി ആണ് എന്നും, എന്തിനാ കൊളോണിയൽ സ്ട്രക്ചേഴ്സിനെ ബ്രേക്ക് ചെയ്യുകയും അവരുടെ ഡിഗ്നിറ്റിയെ റീക്ലെയിം ചെയ്യുകയും ഒരു പുതിയ കളക്റ്റീവ് ഐഡൻറ്റിറ്റിയും നാഷണൽ കോൺഷ്യസ്നെസ്സും ഒപ്രസ്റ്റിനും വേണ്ടി ഫോം ചെയ്യുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഫ്രാൻസ് ഫാനോൺ പറയുന്നു. സോ ലാംഗ്വേജ് ഓൺ പോസ്റ്റ് കൊളോണിയലിസം, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കൊളോണിയലിസം ഒരു ടൂളായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് കൊളോണിയൽ ടൂളായിട്ട്. നമുക്ക് അപ്രോപ്രിയേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് ഒരു ടേം ഇവിടെ കാണാം. അപ്രോപ്രിയേഷനും അബ്രോഗേഷനും പോസ്റ്റ് കൊളോണിയൽ ടേംസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ പോസ്റ്റ് കൊളോണിയൽ ടേംസ് ആണ്. See, appropriation means the process where native writers and artists adapt the colonizers' language, forms or aesthetics, filling them in the indigenous content and experiences. അതായത് കൊളോനൈസറുടെ ഫോമിനെയും അവരുടെ ലാംഗ്വേജിനെയും എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ഈസ്തെറ്റിക്സിൻ്റെയും കൾച്ചറിൻ്റെയും പാർട്ടായിട്ട് അത് യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻ റൈറ്റർ, ഇന്ത്യൻ വില്ലേജ്, അമിതാവ് ഘോഷ് പോലുള്ള റൈറ്റേഴ്സിൻ്റെ റൈറ്റിങ്സ് നമുക്ക് എടുക്കാം. സോ ഇന്ത്യൻ റൈറ്റർ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്, എന്തിന്? ഇന്ത്യൻ വില്ലേജിനെ കുറിച്ച് പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ധോത്തി, സാരി പോലുള്ള ലോക്കൽ വേർഡ്സും കൾച്ചറൽ റെഫറൻസസും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ നറേഷൻ്റെ പാർട്ടായിട്ട് മാറ്റുന്നു. അതായത് കൊളോനൈസറുടെ ടൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഈ ലാംഗ്വേജിനെ അവർക്ക് എഗനിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ടൂളിൻ്റെ മുകളിലുള്ള കോളനൈസ്ഡ് പീപ്പിളുടെ മാസ്റ്ററിയെയും ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ the purpose of appropriation is to use colonizers' language or colonizers' tool against them, demonstrating the mastery and redefining language's purpose. So appropriationോട് കൂടെ നമ്മൾ നോക്കിക്കണ്ട മറ്റൊരു ടേമാണ് abrogation. Abrogation means forceful rejection or negation of colonial
linguistic and cultural standards, including the idea of correct usage, to assert indigenous way of knowing and being. കൊളോണിയൽ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ കൾച്ചറൽ നോംസിനെ ഫോഴ്സ്ഫുള്ളി റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു റൈറ്റർ നമ്മുടെ മലയാളം വേർഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യുന്നു റൈറ്റിങ്സിൽ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൊളോണിയൽ യൂറോസെൻട്രിക് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ യൂറോസെൻട്രിക് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിനെ ചലഞ്ച് ചെയ്യുന്നു. എന്തിന്? നേറ്റീവ് ഹിസ്റ്ററീസിനെ ഈക്വലി വാലിഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിന്. സോ ഇറ്റ്സ് ഗോൾ ഈസ് ടു ഡിസ്മാൻറ്റിൽ ദ കൊളോണിയൽ linguistics and cultural supremacy and establish native frameworks as primary. So appropriation എന്ന് പറയുന്നത് കൊളോണൈസറുടെ ലാംഗ്വേജിനെ നമ്മുടെ കൾച്ചറൽ എക്സ്പീരിയൻസിലേക്ക് അസിമുലേറ്റ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്. അതേസമയം അബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ലാംഗ്വേജിനെയും കൾച്ചറിനെയും സ്റ്റാൻഡേർഡ്സിനെയും എല്ലാം റിജക്റ്റ് ചെയ്യുന്നതാണ്. സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ്, എക്സൈൽ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, നാഷണലിസം, എക്സെട്ര. സോ മേജർ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സാണ് ചിന്നു അച്ചീബെ, സൽമാൻ റുഷ്ദി, ഗുഗിവ തിയോങ്, ജീൻ റൈസ്, അരുന്ധതി റോയ്. ചിന്നു അച്ചീബെ റോയ് എന്നില്ല, ചിന്നു അച്ചീബെ എന്നേ ഉള്ളൂ. സോ ഈ റൈറ്റേഴ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ്. ചില ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ പാർട്ടായിട്ടുള്ളത്. സോ മേജർ ക്രിറ്റിസിസം ഓഫ് പോസ്റ്റ് കൊളോണിയൽ തിയറി ഈസ് ദാറ്റ് is about their over theatrical language use, then elite centered approaches, less focus on the class as well as Western academic dominance. So post colonialism challenges, we can say, Eurocentrism. It gives voices to the marginalized, it explores the identity and resistance, and it has got its own relevance, contemporary relevance. Now we can define post colonial theory as it studies the cultural and ideological effects of colonialism and challenges Western dominance. Thank you.